മക്കളെ, അപ്പോൾ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ കാണുന്നുണ്ടാവും. അതായത് ഇൻ ദ ഫിഗർ ആംഗിൾ പി ഈക്വൽ ടു ആംഗിൾ എക്സ്, ആംഗിൾ ക്യൂ ഈക്വൽ ടു ആംഗിൾ സെഡ്. അപ്പോൾ പി ക്യൂ ഈക്വൽ ടു പി ക്യൂ എന്ന സൈഡ് തന്നിട്ടുണ്ട് 6 സെൻറ്റിമീറ്റർ, ക്യൂ ആർ 3 സെൻറ്റിമീറ്റർ അല്ലേ, ആർ പി 4 സെൻറ്റിമീറ്റേഴ്സ് ആൻഡ് എക്സ് വൈ 8 സെൻറ്റിമീറ്റർ. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നല്ല സൈഡുകളും അതുപോലെ തന്നെ ഈ ഒരു ആംഗിളും അവിടെ തന്നിട്ടുണ്ട്. നോക്കാം നമുക്കല്ലേ. ഇതാണ് അവിടെ പിക്ചർ തന്നിട്ടുള്ളത്. ഓക്കെ, നോക്കിക്കേ. അതായത് ഈ ഒരു ട്രയാങ്കിളിൻ്റെ 3 സൈഡ് തന്നിട്ടുണ്ട്. ഈ ഒരു ട്രയാങ്കിളിൻ്റെ ഒരു സൈഡ് മാത്രമേ നമുക്ക് തന്നിട്ടുള്ളൂ. ഓക്കെ, 1 സൈഡ് മാത്രമേ നമുക്ക് തന്നിട്ടുള്ളൂ 8 എന്നുള്ളത്. ഇവിടെ നോക്കിക്കേ, നമ്മുടെ ആംഗിൾ അല്ലേ, ആംഗിൾ പി ഈക്വൽ ടു ആംഗിൾ എക്സ് എന്ന് തന്നിട്ടുണ്ട്. പിയും എക്സും ആണ് ഈക്വൽ ആണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. പി ഇതാണ്, ഇവിടെ എക്സ് ഇതാണ്. അപ്പോൾ ഇത് രണ്ടുമാണ് ഈക്വൽ ആയിട്ടുള്ളത്. അപ്പോൾ ഇത് ഈക്വൽ ആണെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ്സ് ആണ് റേഷ്യോ ഒരു സെയിം ആവുന്നത് അല്ലേ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് അല്ലേ ക്യൂ ആർ 3. അതുപോലെ ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറയുന്നത് വൈ സെഡ് ആണ്, വൈ സെഡ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഏതൊക്കെയാണ് അത് ഈക്വൽ എന്നുള്ളത് ആദ്യം ഒന്ന് നോക്കണം അല്ലേ. അപ്പോൾ ഇവിടെ നോക്കാം. ക്യൂ ആർ ബൈ വൈ സെഡ് ഈക്വൽ ടു, അതുപോലെ നമുക്ക് അടുത്ത ആംഗിൾ നോക്കാം. ആംഗിൾ ക്യൂ ഈക്വൽ ടു ആംഗിൾ സെഡ്. ക്യൂ എവിടെയാണെന്ന് നോക്കാം അല്ലേ. ക്യൂവിൻ്റെ ക്യൂ ഈക്വൽ ടു സെഡ്. ഇത് രണ്ടും ആണ് കളർ ചേഞ്ച് ആക്കുന്നുണ്ട്. ഈ ക്യൂവും സെഡും ആണ് ഈക്വൽ. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡായിട്ടുള്ള എക്സ് വൈയും അതുപോലെ പി ആറും ആണ് ഈക്വൽ ആയിട്ട്. അതായത് പി ആർ ബൈ എക്സ് സെഡ് ആണ്. ഓക്കെ, എക്സ് സെഡ് ഈക്വൽ ടു, അടുത്തത് ബാക്കിയുള്ള സൈഡ് അല്ലേ, പി ക്യൂ ബൈ ആൻഡ് എക്സ് സെഡ്. ഇങ്ങനെയാണ് വരുന്നത്. ഇതിൻ്റെ ഈ ഒരു സൈഡ്സൊക്കെ തന്നത് വെച്ചിട്ട് നമുക്കൊന്ന് കൊടുത്ത് നോക്കാം. ക്യൂ ആർ എന്ന് പറഞ്ഞാൽ 3 ആണ്. നമുക്കൊന്ന് കൊടുത്ത് നോക്കാം. 3 ബൈ വൈ സെഡ് നമുക്ക് തന്നിട്ടില്ല. അതുപോലെ എഴുതാം. വൈ സെഡ് അതാണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത് അല്ലേ. ഈക്വൽ ടു, അടുത്തത് പി ആർ ബൈ എക്സ് സെഡ്. പി ആർ 4 ആണ്. 4 ബൈ എക്സ് സെഡും നമുക്ക് തന്നിട്ടില്ല, അതും കണ്ടുപിടിക്കണം. ഓക്കെ, പിന്നെ അടുത്തത് തന്നിട്ടുള്ള പി ക്യൂ ബൈ രണ്ടും എക്സ് സെഡ് എഴുതി. അതായത് പി ആർ ബൈ ഇതിൻ്റെ ഓപ്പോസിറ്റ് എക്സ് വൈ ആണ് കേട്ടോ, സോറി, ഇവിടെ വൈ ആണ്. അപ്പോൾ എക്സ് വൈ എന്ന് പറയുന്നത് നമുക്കറിയാം 8 ആണെന്നുള്ളത് അല്ലേ. അപ്പോൾ ഇവിടെ 8 ആണ് കേട്ടോ മക്കളെ. ഇവിടെ എക്സ് വൈ, ഇവിടെ 8 ആണ്. ഓക്കെ, ഈക്വൽ ടു നെക്സ്റ്റ് പി ക്യൂ ബൈ എക്സ് സെഡ് അല്ലേ. പി ക്യൂ ബൈ എക്സ് സെഡ്, അവിടെ എക്സ് സെഡ് അറിയില്ല, 6 ബൈ എക്സ് സെഡ്. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്ന് നമുക്കിനി ചെയ്യാനുള്ളത് ഒന്നുകിൽ ഈ 2 എണ്ണം എടുക്കാം. ഇതിൽ രണ്ടും നമുക്ക് നമ്പേഴ്സ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് രണ്ടും എടുത്താൽ 3 ബൈ വൈ സെഡ് ഈക്വൽ ടു 4 ബൈ 8 നമ്മൾ എടുത്താൽ അതിനെ ക്രോസ് മൾട്ടിപ്പിൾ ചെയ്താൽ നമുക്ക് വൈ സെഡിൻ്റെ വാല്യൂ കിട്ടും. എങ്ങനെയാണ്? വൈ സെഡ് ഈക്വൽ ടു 3 ഇൻറ്റു 8 അല്ലേ. 3 ഇൻറ്റു 8 ബൈ 4. ക്ലിയർ ആവുന്നുണ്ടോ? ബൈ 4, അതായത് വൈ സെഡ് ഇൻറ്റു 4 ആണ്. അപ്പോൾ ആ 4നെ ഞാൻ ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നതാണ്. 3 ഇൻറ്റു 8 ബൈ 4 എന്ന് നമുക്ക് കിട്ടും. അതായത് 24 ബൈ 4, അതായത് 6. അപ്പോൾ വൈ സെഡിൻ്റെ വാല്യൂ 6 ആണെന്നുള്ളത് നമുക്ക് കിട്ടി. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ കിട്ടി 6. ഇനി നെക്സ്റ്റ് സെഡ് എക്സ് കിട്ടണമെങ്കിൽ ഈ 2 എണ്ണം എടുത്തിട്ട് ക്രോസ് മൾട്ടിപ്പിൾ ചെയ്യാം. ക്രോസ് മൾട്ടിപ്പിൾ ചെയ്യുമ്പോൾ നമുക്ക് ഇതേപോലെ തന്നെ ക്രോസ് മൾട്ടിപ്പിൾ ചെയ്താൽ അവിടെ കിട്ടും. ഓക്കെ, ഒന്ന് ചെയ്ത് നോക്കാം. അതായത് ഇത്രയേ ഉള്ളൂ. 4 ബൈ 8 ഈക്വൽ ടു 6 ബൈ എക്സ് വൈ.
എക്സ് വൈ അല്ലല്ലോ, എക്സ് സെഡ് അല്ലേ നമുക്ക് കിട്ടാനുള്ളത്, എക്സ് സെഡ് ആണ്, എക്സ് സെഡ്. അപ്പോൾ 4 ഇൻറ്റു എക്സ് സെഡ് അല്ലേ, 4 ഇൻറ്റു എക്സ് സെഡ്. ഓക്കെ, നോക്കാം. 4 ഇൻറ്റു എക്സ് സെഡ് ഈക്വൽ ടു 6 ഇൻറ്റു 8. അതിൽ നിന്ന് നമുക്ക് എക്സ് സെഡിൻ്റെ വാല്യൂ കാണാൻ വേണ്ടിയിട്ട് പറ്റും അല്ലേ, പറ്റില്ലേ? ഇത്രയേ ഉള്ളൂ. എക്സ് സെഡ് ഈക്വൽ ടു 6 ഇൻറ്റു 8 48/4 ഈക്വൽ ടു 12. കണ്ടോ, സിമ്പിളായിട്ട് നമുക്ക് കിട്ടി. അപ്പോൾ ഇങ്ങനെ രണ്ട് സൈഡുകൾ, അതായത് സിമിലർ ട്രയാങ്കിൾസിലെ ഒരു ട്രയാങ്കിളിലെ സൈഡ്സും ഒരു ട്രയാങ്കിളിലെ സൈഡിലെ ഒന്നും തന്ന ബാക്കിയുള്ള സൈഡ്സ് കാണാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു റേഷ്യോ വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, ക്ലിയർ ആണോ?